എയിമസ്പോട്ട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഏവർക്കും എയിമസ്പോട്ട് ന്യൂസിലേക്കു സ്വാഗതം. ഞാൻ ദീപ്തി നായർ, നോയിഡയിൽ നിന്ന്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അംഗസംഘടനയായ ഗ്രേറ്റർ നോയിഡ മലയാളി അസോസിയേഷൻ മാഗ്നയുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ പുതുവത്സരാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട പ്രമുഖ വ്യക്തികൾ അതിഥികളായെത്തിയ സാംസ്കാരിക സമ്മേളനത്തിനു പുറമെ വിവിധ കലാപരിപാടികളും ആഘോഷ സായാഹ്നത്തിൽ കാഴ്ചക്കാർക്ക് മധുരസ്മരണകളേകി. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിച്ച കലാപരിപാടികൾ സദസ്സിന് മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചു. ഈ ആഘോഷം ഗ്രേറ്റർ നോയിഡയിലെ മലയാളി സമൂഹത്തിന് ഒത്തുചേരാനും പരസ്പരം ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുമുള്ള ഒരു നല്ല അവസരമായിരുന്നു. വാർത്തകൾ വിശദമായി. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ജാതാന്തരം. ചൈതന്യമേ നിത്യ ചൈതന്യമേ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും. ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും. തോളോട് തോൾ ചേർന്നു സൗഹാർദ്രമായി പാരിൽ മുന്നേറുവാൻ വരം നൽകണമേ. തോളോട് തോൾ ചേർന്നു സൗഹാർദ്രമായി പാരിൽ മുന്നേറുവാൻ വരം നൽകണമേ. സമാനമായ കാഴ്ചപ്പാടുകളും ആശയങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടം മലയാളികൾ 2022 മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ നോയിഡ മാഗ്ന എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ അതിവേഗം വളർന്ന് നോയിഡയിലെ വലിയൊരു വിഭാഗം മലയാളികളെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയായി മാറുകയായിരുന്നു. നിരവധി പരിപാടികളും സാമൂഹിക പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനു പുറമെ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിച്ചു നൽകുന്നത് ഉൾപ്പെടെ നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ മാഗ്നക്ക് ഇക്കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഓണം, ക്രിസ്മസ് തുടങ്ങി കേരളീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും വിപുലമായ രീതിയിൽ ആഘോഷിച്ചു വരുന്ന മാഗ്ന ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 പുതുവത്സരാഘോഷം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. പുതുവർഷത്തിന്റെ ആദ്യ മാസം കടന്നുപോയെങ്കിലും ആവേശം ഒട്ടും കുറയാതെയായിരുന്നു ഈ കുടുംബ സംഗമത്തിലേക്ക് ആളുകൾ എത്തിച്ചേർന്നത്. മാഗ്ന പ്രസിഡന്റ് ശ്രീ ജയരാജ് നായർ, വൈസ് പ്രസിഡന്റ് ശ്രീ NG പ്രതാപൻ, ജനറൽ സെക്രട്ടറി ശ്രീ വിനീത്, ട്രഷറർ ശ്രീ മനോജ് കുമാർ എന്നിവർ ഈ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസിലെ ഡയറക്ടർ ജനറൽ ശ്രീ സുബു റഹ്മാൻ IAAS ആയിരുന്നു ചടങ്ങിൽ മുഖ്യാതിഥി. CAG ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി തലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം റെയിൽവേ ബോർഡ് പ്രിൻസിപ്പൽ ഡയറക്ടറായും ഡൽഹി ലാൻഡ് കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയ്ക്കായും UN അഭയാർത്ഥി സംഘടനയ്ക്കായും സിംഗപ്പൂർ, മലേഷ്യ, ഈജിപ്ത്, ജോർദാൻ, സുഡാൻ എന്നീ രാജ്യങ്ങളിലും സേവനമനുഷ്ഠിച്ച അദ്ദേഹം തന്റെ ദീർഘകാലത്തെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ അത്യധികം ആസ്വാദ്യകരമായ പ്രസംഗം കാഴ്ചവെച്ചു. അല്ല നമ്മുടെ എന്താണ് അപ്പിയറൻസ് നോക്കണ്ട, മലയാളിയെ കണ്ട കറക്റ്റ് അറിയാൻ പറ്റും. ഒബ്സർവ് ചെയ്യും, നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഹോളി നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ദിവാലി നടക്കുകയാണ്, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. വി ആർ നെവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മൾ ദൂരെ നിന്നിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് മലയാളികൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ മലയാളികളല്ലാത്ത ഫ്രണ്ട്സ്, ഞാൻ അവരോട് കൂടുമ്പോൾ എന്തുകൊണ്ടാണ് നിന്റെ മറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കൂടാത്തെന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ തന്റേതായ ഒരിടം സൃഷ്ടിച്ചെടുത്ത പണിക്കേഴ്സ് ട്രാവൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ ബാബു പണിക്കർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. സ്വദേശികളും വിദേശികളുമായ നിരവധി വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യൻ സംസ്കാരത്തെയും പൈതൃകത്തെയും പരിചയപ്പെടുത്തുന്ന ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും ഇന്ത്യൻ സമൂഹത്തിന് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 2011 മുതൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെയർമാൻ എന്ന നിലയിലും അദ്ദേഹം തന്റെ അനുഭവ സമ്പത്ത് സംഘടനയിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. കഥ എഴുതിയതാണ്. അതിൽ എത്രയോ വർഷം മുമ്പ് നിരണത്ത് നാരായണ പണിക്കർ, മാധവ പണിക്കരൊക്കെ എഴുതിയതാണ്, തർജ്ജിമ ചെയ്തിട്ടുണ്ട്. രാമായണം തർജ്ജിമ ചെയ്തിട്ടുണ്ട്, മഹാഭാരതം തർജ്ജിമ ചെയ്തിട്ടുണ്ട്. ആ ഭാഷത്തിൽ
ഭഗവത്ഗീത ഒരു പ്രാദേശിക ഭാഷയിലോട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ മലയാളമാണ്. അത് കണക്ക് തന്നെ ഭാഷാ കൗടില്യം തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് മലയാള ഭാഷയിലേക്കാണ് ഒരു പ്രാദേശിക ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. അത്ര വലിയ പാരമ്പര്യമുള്ള ഭാഷ അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി ഈ കൂട്ടായ്മ എങ്ങനെ നിലനിന്ന് പോകുന്നത്, മലയാളി എന്ന് പറയുന്ന കൂട്ടായ്മ നിലനിന്ന് പോകണേ ആ ഭാഷയെ വളർത്തണം. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും പ്രൊഫഷണലുമായ ഡോക്ടർ കെ.സി. ജോർജ് ആയിരുന്നു മറ്റൊരു വിശിഷ്ടാതിഥി. പതിറ്റാണ്ടുകളോളം കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൽ നിസ്തുലമായ സേവനം അനുഷ്ഠിച്ച അദ്ദേഹം ഹൗസ്ല, വൺ സ്റ്റോപ്പ് സെന്റർ ഫോർ വിമൻ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ തുടങ്ങിയ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ്. ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രനിൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം ആരംഭിച്ച അൻമോൾ പദ്ധതി ഇന്ന് 18 സംസ്ഥാനങ്ങളിലെ ലൈംഗിക ദുരുപയോഗങ്ങൾക്ക് വിധേയരായ കുട്ടികൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുകയാണ്. സമൂഹം നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ ജീവിതം നടത്തേണ്ടത്. They are not going to pay for the food that you eat. You have to take a call. It is a choice that you will make. നിങ്ങൾ ഉണ്ടാക്കുന്ന ചോയ്സാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ജീവിതമാണ്. 86,400 പ്രാവശ്യം നമ്മുടെ ഹൃദയം ഇടിക്കുമ്പോൾ അതെല്ലാം ഫ്രീ ആയിട്ടാണ് ഇടിക്കുന്നത്. 86,400 പ്രാവശ്യം നിങ്ങളുടെ ഈ ഹൃദയം ഇടിക്കുന്നു. 140,000 കൂടുതൽ നമ്മളുടെ കിഡ്നി കൂടി ഇത് ഒഴുകിപ്പോകുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ല ഈ ജീവിതം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. വൈ ഡു വി ഗെറ്റ് സോ ടെൻസ്ഡ്? സുപ്രീം കോടതി അഭിഭാഷക, ഗ്രന്ഥരചയിതാവ്, കലാകാരി, ഗവേഷക എന്ന നിലയിലും പേരെടുത്ത അഡ്വക്കേറ്റ് ദീപ ജോസഫ് ആയിരുന്നു മറ്റൊരു വിശിഷ്ടാതിഥി. കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും തന്റേതായ പാത വെട്ടിത്തുറന്ന് ഉയരങ്ങളിലെത്തിയ അഡ്വക്കേറ്റ് ദീപ മലയാളി വനിതകൾക്ക് മുഴുവനും തന്നെ പ്രചോദനം നൽകുന്ന ഒരു മാതൃകാ വ്യക്തിത്വമാണ്. അച്ഛാ, ഞാൻ ബൈ പ്രൊഫഷൻ അല്ലെ എൻ്റെ ജോലി കോഴിയെ വളർത്തലാണ്. അപ്പോൾ അച്ഛൻ അതിശയത്തോടെ ചോദിച്ചു, അല്ലെങ്കിൽ നോക്കി, എന്തായിരിക്കും ഇയാൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണമെന്ത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമല്ല, ഞാൻ ഒരു കോഴിയുള്ളെങ്കിൽ ആ ഒരു കോഴിക്കുള്ള തീറ്റ മാത്രമേ കൊടുക്കാറുള്ളൂ, ഒന്നിച്ച് 100 കോഴിക്കുള്ള തീറ്റ കൊടുക്കാറില്ല എന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ 100 പേർക്കുള്ള പ്രസംഗം അല്ലെ സന്ദേശം ഒന്നിച്ചെനിക്ക് തന്നെന്ന്. കളരിപ്പയറ്റിന്റെ പ്രോത്സാഹനത്തിനും വികസനത്തിനുമുള്ള അർപ്പണബോധത്തിനും സംഭാവനകൾക്കുമായി ഡോക്ടർ സുമേഷ് ഗുരുക്കളെ മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ നോയിഡ ആദരിച്ചു. ഈ പരമ്പരാഗത ആയോധനകലയെ സംരക്ഷിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഡോക്ടർ സുമേഷ് ഗുരുക്കളുടെ അശ്രാന്ത പരിശ്രമത്തെ പരിഗണിച്ചായിരുന്നു അദ്ദേഹത്തെ ആദരിച്ചത്. ഡോക്ടർ സുമേഷ് പി.ബി. കേരളത്തിൽ നിന്നുള്ള ഒരു വിശിഷ്ട കളരിപ്പയറ്റ് വിദഗ്ധനും നാടക കലാകാരനും വിദ്യാഭ്യാസ വീക്ഷണനുമാണ്. നിലവിൽ നോയിഡയിലാണ് താമസം. 20 വർഷത്തെ അനുഭവപരിചയമുള്ള അദ്ദേഹം കളരിപ്പയറ്റ്, ബോഡി മൂവ്മെന്റ്, കൊറിയോഗ്രഫി എന്നിവയിൽ പ്രൊഫഷണൽ കലാകാരന്മാർക്കും താൽപ്പര്യമുള്ളവർക്കും പരിശീലനം നൽകുന്നു. തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ബിരുദവും PhDയും നേടിയ അദ്ദേഹത്തിന് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും യങ് ആർട്ടിസ്റ്റ് സ്കോളർഷിപ്പും ഉൾപ്പെടെ ശ്രദ്ധേയമായ സ്കോളർഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ പ്രശസ്തമായ വേദികളിൽ കളരിപ്പയറ്റിനെ പ്രതിനിധീകരിച്ച് പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങളുള്ള കുട്ടികളെ ആയോധനകലയും നാടകവും പഠിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റായും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് പോലുള്ള പ്രധാന ദേശീയ ഇവന്റുകളിൽ കളരിപ്പയറ്റിന്റെ സാങ്കേതിക ഉദ്യോഗസ്ഥനായും സേവനമനുഷ്ഠിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വപരമായ റോളുകളിൽ ഉൾപ്പെടുന്നു. ഡോക്ടർ സുമേഷ് 2 ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും അന്താരാഷ്ട്ര വേദികളിൽ കളരിപ്പയറ്റിനെക്കുറിച്ച് നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കളരിപ്പയറ്റിനെ ഒരു സാംസ്കാരിക പൈതൃകമായി സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം ആഗോള കലാസമൂഹത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തന്റെ പ്രവർത്തനത്തിലൂടെയും മാർഗദർശനത്തിലൂടെയും അദ്ദേഹം വിദ്യാർത്ഥികളെയും സഹകലാകാരന്മാരെയും പ്രചോദിപ്പിക്കുന്നു. ഡോക്ടർ സുമേഷ് ഗുരുക്കൾക്ക് മാഗ്നയുടെ ആദരം സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. എയിമ ഉത്തർപ്രദേശ് ഘടകം സെക്രട്ടറി ശ്രീ K.E.T. മഹാശയൻ, എയിമ ഡൽഹി ഘടകം സെക്രട്ടറി ശ്രീ ജയകുമാർ, എയിമ വനിത വിഭാഗം നാഷണൽ വൈസ് ചെയർമാൻ ശ്രീമതി ദീപ്തി നായർ, നോയിഡ അയ്യപ്പ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ശ്രീ E.T.P. നന്ദൻ, കേരള അസോസിയേഷൻ ഗ്രേറ്റർ നോയിഡ പ്രസിഡന്റ് ശ്രീ T.G. വിജയകുമാർ എന്നിവരും ചടങ്ങിൽ അതിഥികളായിരുന്നു. ആഘോഷ പരിപാടികൾ ഒരു വൻ വിജയമാക്കുവാൻ മാഗ്ന അംഗങ്ങളായ സർവശ്രീ മാത്യു ജോസ്, സുമേഷ് വയവീട്ടിൽ, ഗോപാലകൃഷ്ണൻ, ബാബു, ജ്യോതിഷ്, പ്രബിന്ദ് പ്രഭാകരൻ, മുരളി വി. എൻ, ശ്രീമതിമാർ പ്രഭാരാജൻ, ബെറ്റി, സുമി നിമിൽ തുടങ്ങിയവർ സജീവമായി രംഗത്തുണ്ടായിരുന്നു. മാഗ്ന എന്ന മലയാളി കൂട്ടായ്മയുടെ സംഘടനാശേഷിയും സാമൂഹിക പ്രതിബദ്ധതയും വിളിച്ചോതുന്നതായിരുന്നു ഈ വർഷത്തെ നവവത്സരാഘോഷവും കുടുംബ സമ്മേളനവും.
दिल के दर पे मेरे तू यही है कहीं, कभी मेरे ख्वाब सा, कभी उलझे जवाब सा, के चंदा में भी दाग सा मेरे जैसा तू, कि तू ही दरिया का है एक सिरा, के अरमानों का सिर। നിറഞ്ഞ കൈഡിയാവാം. ഇതോടുകൂടി കളരിപ്പയറ്റിൻ്റെ പ്രദർശനങ്ങൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യർക്ക് ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ, ഒരു ചിന്ത വരണമെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ ചിന്ത വരണം. അപ്പോൾ ഇന്ന് ഇവിടെ സംസാരിച്ചിട്ടുള്ള എല്ലാ മഹത് വ്യക്തികളുടെയും സന്ദേശം എല്ലാവരുടെ ഹൃദയത്തിലും അവരുടെ ചിന്തയിലും അത് പടർന്നു പിടിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. നീ താലി പീലി പൂങ്കാട്ടിനുള്ളിൽ, നീ താലി പീലി കാട്ടിനുള്ളിൽ കൂടും തേടി പോവോ. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരളി സദനമണൻ കേരളം. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരി
കുറിവാ നഗുമോ ഓ മോഗനലേ നിന്ന ജാലി തിരിസി നഗുമോ ഓ മോഗനലേ നിന്ന ജാലി തിരിസി ഇന്നു ബ്രോവ അഴകിയ ലേല അവൾ ഇവളത് ചെയ്ല സന്തന വേല ഇവൾ മന്മത പുയല അഴട പൂവിൽ മാനട ഓ ഓ ഓ അഴകിക്ക് ഇവൾ താൻ തയ്യട അഴകിയ ലേല मेरे डोलना सा मेरे प्यार की धुन मेरे डोलना सा പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി அப்படி போடு 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 அசத்தி போடு கண்ணாலே இப்படி போடு 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 இழுத்தி போடு கையாலே എന്റെ ജയശ്രീ, നിന്റെ ഈ മുഖശ്രീ, ലളിതമായ നിന്റെ ചിരിശ്രീ, പിന്നെ നിന്റെ ഈ പത്മശ്രീ, എല്ലാം കൊണ്ട് നീ ഒരു പൂർണ്ണശ്രീ. നീ ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഈ പ്രണയം എന്ന് വെച്ചാ എന്താ ചേട്ടാ? മുല്ലപ്പൂവിൽ തുടങ്ങി റോസാപ്പൂവിലെത്തി അവസാനം ചെമ്പരത്തിപ്പൂവിലെത്തുന്നതാണ് പ്രണയം. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ കരിമേഘക്കെട്ടഴിഞ്ഞൊരാകാശക്കാവിലിന്ന് കനൽ മിന്നൽ കാൽച്ചിലമ്പ് ചിതറും താളം അകിലരിയും പുക ചിന്തും മണിമുറ്റത്തമ്മാനം തേനിൽ കൂടിച്ചാലും പാലിൽ കൂടിച്ചാലും കാക്ക വെളുക്കില്ലടി എന്റെ പുന്നാരെ കാക്ക വെളുക്കില്ലടി കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. ഇതോടെ ഇന്നത്തെ എയിമ സ്പോട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.